അതിരുകൾ ഭേദിച്ചെത്തിയ ഭീകരത അഴിഞ്ഞാടി അനാഥമാക്കിയ പാവ മനുഷ്യർ. ഭീകരർ ആ മനുഷ്യ ശത്രുക്കളുടെ ശ്രമം എല്ലാ അർത്ഥത്തിലും വിഫലമാക്കിയാണ് ഇന്ത്യ ഇന്ന് ഉണർന്നത്. അവിടെ പൊലിഞ്ഞ മനുഷ്യർ മാത്രമാണ് ഞങ്ങളുടെ തീരാനഷ്ടം. അതിനപ്പുറത്തേക്ക് ഒരു നുള്ളു നഷ്ടവും ഭീകരവാദികളെ നിങ്ങൾക്ക് ഈ മണ്ണിനെ ഏൽപ്പിക്കാനാകില്ല. കശ്മീർ മുതൽ കന്യാകുമാരി വരെ നാട് ഭീകരതയ്ക്കെതിരെ ആഞ്ഞടിച്ചു. കശ്മീരിലും ജമ്മുവിലും ഹർത്താൽ തുടങ്ങിയത് അണിയണിയായി കോടിക്കണക്കിന് ജനം അതിൻ്റെ വൈകാരിക ഭാവത്തെ ഏറ്റെടുത്തു. അതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള ഭാവത്തെയും തൊടുത്തുവിട്ടു. വിഭാഗീയതയുടെ വെടിമരുന്നിടാൻ ശ്രമിച്ചതടക്കം വിഫലമാക്കിയ സാമൂഹിക ഇന്ത്യയാണ് ഭീകരാക്രമണങ്ങൾക്ക് ശേഷം കരുത്തായത്. ഇനി രാഷ്ട്രീയ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരാം. സുരക്ഷ ഒരുക്കാൻ സർക്കാർ പരാജയപ്പെട്ടെങ്കിലും രാഷ്ട്രീയ ശക്തികളാകെ മീൻപിടുത്തമല്ല ഈ ഘട്ടത്തിൽ ലക്ഷ്യമാക്കിയത്. ഭീകരതയ്ക്കെതിരെ രാജ്യത്തോടൊപ്പം നിൽക്കാനാണ് എല്ലാവരും ശ്രമിച്ചതത്രയും. അതിർത്തികൾ വെടിക്കോപ്പുകൾ സജ്ജമായി കഴിഞ്ഞു. നയതന്ത്ര സ്ട്രൈക്കിന് പുറമെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ നീങ്ങുകയാണ്. അർദ്ധമാനവരായ ഭീകരരെ ഇല്ലായ്മ ചെയ്യാൻ, ഒരു മനുഷ്യൻ്റെയും ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാകാതിരിക്കാൻ മനുഷ്യ ശത്രുക്കളെ വേരോടെ പിഴുതെറിയണം. അതിർത്തിയും അതിരും ലംഘിക്കുന്നവർക്ക് അറുതി വരുത്താൻ ഇനി എന്തൊക്കെ വേണം?